ഇവിടെ ഇപ്പോൾ ഇന്ന് ഞാനിനി വാ തുറക്കില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നത് സ്വമേധയാ അയാൾക്കൊരു പരിവർത്തനം വന്നിട്ടൊന്നുമല്ല. ബെയിൽ ക്യാൻസൽ ചെയ്യുമോ, ജാമ്യം ക്യാൻസൽ ചെയ്ത് വീണ്ടും ജയിലിലേക്ക് കോടതി അയക്കുമോ എന്ന് പേടിച്ചിട്ടാണ്. കാരണം വളരെ സ്റ്റേണായ ഒരു ആക്ഷൻ രാവിലെ തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ജാമ്യം ക്യാൻസൽ ആവാതിരിക്കാൻ ഞാനിനി മര്യാദക്കാരനായി എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നതിനപ്പുറത്ത് നോക്കൂ, നമ്മൾ ഇന്നലെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയാൽ പുറത്തിറങ്ങേണ്ടതാണ്, പക്ഷേ പുറത്തിറങ്ങുന്നില്ല. അതിന് പറഞ്ഞ ന്യായം ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാനില്ലാതെയൊക്കെ ജയിലിൽ വന്ന ആളുകൾ ജാമ്യം എടുക്കാൻ കഴിയാതെ, ജാമ്യത്തിന് തുക കെട്ടിവെക്കാൻ കഴിയാതെ ഇവിടെ കഴിയുന്നുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി ഒരു ദിവസം കൂടി ജയിലിൽ കഴിയുന്നു എന്നൊക്കെ പറയുന്നു. മൊത്തത്തിൽ ഒരു തരത്തിലുള്ള ഒരു ഷോ എന്ന് നമുക്ക് പറയാവുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അത് വേണ്ടത്ര വിജയിച്ചില്ല. കോടതി വളരെ ശക്തമായി വടിയെടുത്തു. ഈ വടി പേടിച്ച് മിണ്ടാതിരിക്കൽ ഒരു മനുഷ്യന്റെ പരിവർത്തനമായി കാണാൻ പറ്റില്ലല്ലോ. അദ്ദേഹം ഒരുപക്ഷെ അന്തർദേശീയ നാടക മത്സരത്തിൽ മത്സരിക്കുകയാണെന്നൊക്കെ സ്വയം തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കും. കാരണം അത്തരം അനുഭവങ്ങൾ, അത്തരം രീതികളിലാണല്ലോ ഇടപെടലുകൾ പൊതുവെ ഉണ്ടാവുന്നത്. അപ്പോൾ അതൊരു നാടക മത്സരമല്ലെന്നും ബെസ്റ്റ് ആക്ടർ പദവി കൊടുക്കാൻ പറ്റില്ലെന്നും കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഈ ഓഡിയൻസ് ആയിരിക്കുന്നതിൽ നിയമസാക്ഷരത വളരെ കുറഞ്ഞിട്ടുള്ള അടക്കമുള്ള ആളുകൾ ഉണ്ടാവുമ്പോൾ രാഹുൽ അടക്കം പറയുന്ന നുണകൾ ഒരുപക്ഷെ അവരെ സ്വാധീനിക്കാൻ തയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു 3 കാര്യങ്ങൾ കൃത്യമായി ഞാൻ നിയമവശങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പുരുഷൻ എന്ന് പറയുന്നത് ഏകദാനമായിട്ടുള്ളൊരു കാര്യമല്ല. നോക്കൂ, മധു എന്ന ആദിവാസി കൊല്ലപ്പെടുന്ന സമയത്ത് ഇത്തരം പുരുഷ കേന്ദ്രീകൃതമായ വ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളെയും നമ്മൾ കാണുന്നില്ല. തെന്മലയിലെ രാജീവ് എന്ന് പറയുന്ന ആൾക്കെതിരെ പോലീസ് അതിക്രമം ഉണ്ടാകുമ്പോൾ ഇവരെ കാണുന്നില്ല. സഹദ് എന്ന് പറയുന്ന ട്രാൻസ്മാൻ പ്രസവിക്കുന്ന സമയത്ത് അയാൾക്കെതിരെ അതിക്രമം ഉണ്ടാകുമ്പോൾ ഇവരെ കാണുന്നില്ല. കിഷോർ കുമാർ എന്ന് പറയുന്ന ഗേ ആയ പുരുഷൻ മരിക്കുമ്പോൾ ഇവരെ കാണുന്നില്ല. ആത്മഹത്യ ചെയ്യേണ്ടി വരുമ്പോൾ ഇവരാരും എത്തിച്ചേരുന്നില്ല. ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട്, പുരുഷന്മാർക്ക് വേണ്ടി ഇവരാരും തന്നെ സംസാരിക്കുന്നില്ല. ഇവരെപ്പോഴും സംസാരിക്കുന്നതും ഒച്ച വെക്കുന്നതും പടക്കം പൊട്ടിക്കുന്നതും ലൈംഗിക അതിക്രമ കേസുകൾക്കകത്ത് ജാമ്യം കിട്ടുകയോ വെറുതെ വിടുകയോ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇവർ പടക്കം പൊട്ടിക്കുന്നതും മാലയിടുന്നതും. മറ്റൊരു വിവേചനം അനുഭവിക്കുന്ന പുരുഷന്മാർക്കൊപ്പം ഇവർ നിന്നിട്ടില്ല. ഇത്തരം പുരുഷന്മാർക്കൊപ്പം കൃത്യമായി കഴിഞ്ഞ 10 വർഷമായി കേരളത്തിനകത്ത് നിൽക്കുന്ന ഒരാളെന്ന ഉറപ്പിന്റെ പേരിൽ കൂടിയാണ് എനിക്കിത് പറയാൻ വേണ്ടി സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ട് പുരുഷന്മാരുടെ ഒപ്രഷൻ ഇവിടെ ഒരു ഗതിയും പരഗതിയും ഇല്ലേ, നിസ്സഹായരാണ് ഞങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് രാഹുൽ ഈശ്വർ. നോക്കൂ, ഇവിടെ നിയമവ്യവസ്ഥയ്ക്ക് ആർട്ടിക്കിൾ 14 എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന സമയത്ത് ആർട്ടിക്കിൾ 15(3) ക്ലോസ് പ്രകാരം പറയുന്നു സ്ത്രീകൾ, കുട്ടികൾ അവർക്ക് പ്രത്യേക പരിഗണന വേണം. 46 പ്രകാരം പറയുന്നു SC ST OBC അടക്കമുള്ള പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന വേണം. തുല്യതയുടെ മറ്റൊരു ആശയമായിട്ടാണ് അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഭരണഘടന തന്നെ കൃത്യമായി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉള്ളത് കൊണ്ട് പുരുഷന്മാർക്കൊന്നുമില്ലേ എന്നാണ് ചോദ്യം. പുരുഷന്മാർക്ക് കൃത്യമായ വ്യവസ്ഥ ഇവിടെ ഉണ്ട്. നോക്കൂ, BNSന്റെ 229 വകുപ്പ് പ്രകാരം തെറ്റായ എവിഡൻസ് ഒരു സ്ത്രീ കൊടുത്തു കഴിഞ്ഞാൽ, ജുഡീഷ്യൽ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിൽ കൊടുത്തു കഴിഞ്ഞാലും 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു കാര്യമാണ്. പോഷ് ആക്ടിനകത്ത് കൃത്യമായി സൂചിപ്പിച്ചിരിക്കുന്നു, തെറ്റായൊരു പരാതിയാണ് തൊഴിലിടത്തെ ആണിനെതിരെ ഒരു സ്ത്രീ കൊടുക്കുന്നതെങ്കിൽ അവർക്കെതിരെ കൃത്യമായ ക്രിമിനൽ ആക്ഷൻ വരാമെന്നുള്ള രീതിയിലുള്ള കൃത്യമായ പ്രൊവിഷനുകൾ പോഷ് ആക്ടിലുണ്ട്. ഇങ്ങനെ വളരെ കൃത്യമായി നിയമത്തിനകത്ത് പുരുഷന്മാർക്ക് ഇനി ഇതൊന്നുമല്ലെങ്കിലും കൃത്യമായി ആർട്ടിക്കിൾ 32 ഉപയോഗിച്ചുകൊണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ഉപയോഗിച്ചുകൊണ്ട് 226 പ്രകാരം ഹൈക്കോടതിയിലും 32 പ്രകാരം സുപ്രീം കോടതിയിലും മൗലികാവകാശം ലംഘിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റുന്നതാണ്. മൗലികാവകാശ ലംഘനങ്ങൾക്കകത്ത് ഒരു വിവേചനവും ഒരു കോടതിയും ഇന്നേ വരെ കാണിച്ചിട്ടില്ല. ഇത്തരം പ്രൊവിഷൻസ് ഒക്കെ നിയമത്തിൽ നിലനിൽക്കുകയാണ്. പുരുഷന്മാർക്ക് വകുപ്പില്ലെന്ന് പറയുന്നത് ഇത് നിയമവിദ്യാർത്ഥി കൂടിയാണെന്ന് ആവർത്തിച്ച് പറയുന്ന രാഹുൽ ഈശ്വർ പറയുന്ന നുണയാണെന്നുള്ള കാര്യം ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ ഒറ്റ കാര്യം കൂടെ നിരന്തരം രാഹുൽ ആവർത്തിക്കുന്നത് എന്താണ്? വസ്ത്രദാനത്തെക്കുറിച്ച് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇത് കോടതിയിലെ ആന്റിസിപ്പേറ്ററി ബെയിലിലും രാഹുൽ പറയുന്നതാണ് പറയുന്നത്. ആദ്യം രാഹുൽ പറഞ്ഞ കേസ് സ്വയം വാദിക്കുന്നുള്ളതാണ് പാർട്ടി ഇൻ പേഴ്സൺ. ഇപ്പം പിന്നെ വക്കീലിനെ വെച്ച കാര്യം നമുക്കറിയാം, വക്കീലിനെ വെച്ചോട്ടെ, അത് രാഹുലിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. നോക്കൂ, മാറ്റ് അപ്പീൽ നമ്പർ 706/2024 കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, സ്ത്രീകളുടെ വസ്ത്രത്തെ വിലയിരുത്താൻ ഒരാൾക്കും അവകാശമില്ല. ഒരു സ്ത്രീയെ പരിഷ്കൃത സമൂഹത്തിൽ അവളുടെ വസ്ത്രത്തിന്റെ പേരിൽ മാത്രം വിലയിരുത്തുന്നത് ക്ഷമിക്കാനാവാത്തതാണ്, അനുവദിക്കാൻ പാടില്ലാത്തതാണെന്ന് കൃത്യമായി മാറ്റ് അപ്പീലിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ആന്റിസിപ്പേറ്ററി ബെയിലിൽ ഈ പ്ലീയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ കോടതി രാഹുലിനുള്ളതും കൂടെ മടക്കി തരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു കാര്യം കൂടെ, ആർട്ടിക്കിൾ 19(1) പ്രകാരം രാഹുലിന് മൗലികാവകാശമുണ്ട് എന്തും പറയാനെന്നാണ്, ഹണിറോസിന്റെ വസ്ത്രദാനത്തെക്കുറിച്ച് പറയാനെന്നാണ് രാഹുൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, കൃത്യമായി WPC 2110/2014 കൃത്യമായി കോടതി പറഞ്ഞിരിക്കുന്നു,
ഒരാളുടെ ഡിഗ്നിഫൈഡ് ലൈഫ് എന്ന് പറയുന്നത് പേഴ്സണൽ ഓട്ടോണമി, പ്രൈവസിയുടെ ഭാഗമായി ജസ്റ്റിസ് പുട്ടുസ്വാമി കേസിൽ പറയുന്ന വസ്ത്രധാരണം അടക്കമുള്ള സ്വകാര്യത, 21 സംരക്ഷിക്കുന്ന സ്വകാര്യത, 21ന്റെ മുകളിലല്ല ഒരു മനുഷ്യന്റെയും ആർട്ടിക്കിൾ 19 അഥവാ ആവിഷ്കാര സ്വാതന്ത്ര്യം. കോടതി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും സമയത്തിൽ ആർട്ടിക്കിൾ 19 അതായത് രാഹുൽ ഈശ്വറിന്റെ വസ്ത്രധാരണത്തെ കുറിച്ചുള്ള കമന്റും ഹണി റോസിന്റെ വസ്ത്രം ധരിക്കാനുള്ള പേഴ്സണൽ ഓട്ടോണമിയും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 21 നിൽക്കുകയുള്ളൂ. ഹണി റോസിന്റെ വസ്ത്ര സ്വാതന്ത്ര്യമേ പേഴ്സണൽ ഓട്ടോണമി നിലനിൽക്കുന്നു എന്ന് കോടതി കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആന്റിസിപ്പേറ്ററി ബെയിലിൽ ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ ഈശ്വർ കേരള ഹൈക്കോടതി മുൻപാകെ ഇതേ വാദം ആന്റിസിപ്പേറ്ററി ബെയിലിൽ ആവർത്തിക്കരുത്. കോടതി കൃത്യമായി അതിന്റെ ഗ്രൗണ്ട്സ് പറഞ്ഞുകൊണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി പറഞ്ഞുകൊണ്ട് എടുത്തത് കയ്യിൽ വെക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം